ഞങ്ങൾ തടയുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യം പോലീസ് വന്നിട്ടേ ഉള്ളൂ. 5 ഗ്രാം കളക്ട് ചെയ്യാൻ കിട്ടിയില്ല, അതറിയോ? പിന്നെ നിന്റെ ഫോണിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചിയിൽ നടുറോഡിൽ കത്തിയുമായി യുവാക്കൾ പരാക്രമം കാട്ടിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. പോലീസ് വാഹനത്തിന്റെ ചില്ലുകൾ ഇവർ അടിച്ചു തകർത്തു. പാലാരിവട്ടം സംസ്കാര ജംഗ്ഷനിൽ ഇന്നലെ രാത്രി 12 മണിയോടെയാണ് ഒരു യുവാവും യുവതിയും നാട്ടുകാരെ ആക്രമിക്കുന്നുവെന്ന പരാതി പോലീസിന് ലഭിച്ചത്. സ്ഥലത്ത് പോലീസ് എത്തിയതോടെ ആക്രമണം പോലീസിന് നേരെയായി. ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഹരി കേസുകളടക്കം പ്രതികളാണ് ഇരുവരും. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, കൊച്ചിയിലെ രാത്രി സമയങ്ങളിൽ ലഹരി സംഘങ്ങൾ നഗരപ്രദേശങ്ങളടക്കം ഇതുപോലെ അഴിഞ്ഞാടുന്നുണ്ട്, നാട്ടുകാർക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥ, പോലീസിന് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്ന അവസ്ഥ. ഇന്നലെ എപ്പോഴായിരുന്നു സംഭവം? എവിടെ വെച്ചായിരുന്നു? പോലീസ് ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? കിട്ടിയില്ല, അതറിയോ? പിന്നെ നിന്റെ ഫോണിൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ കൊച്ചിയിൽ നടുറോഡിൽ കത്തിയുമായി ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. യുവാക്കൾ, ഒരു യുവതിയും യുവാവും നാട്ടുകാർക്ക് നേരെ അസഭ്യവർഷം നടത്തുന്നു, കത്തിയുമായി പരാക്രമം കാണിക്കുന്നു. പിന്നീട് പോലീസ് എത്തുമ്പോൾ പോലീസിന് നേരെയായി ആക്രമണം. ഇരുവരെയും പോലീസ് എത്തി പിന്നീട് കീഴ്പ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇരുവർക്കുമെതിരെ കഞ്ചാവ് കേസ്, ലഹരി കേസ് അടക്കം ഉള്ളവരാണ് ഈ രണ്ടു പേരും. നവമി ദിനേശിലേക്ക്. നവമി, എന്തായിരുന്നു ഈ പ്രകോപനത്തിന് കാരണം? പ്രത്യേകിച്ച് പ്രകോപനമൊന്നുമില്ല. ഇരുവരും മദ്യലഹരിയിലും മയക്കുമരുന്നിന്റെ ലഹരിയിലുമൊക്കെയാണെന്നാണ് പോലീസ് പറയുന്നത്. ആ ലഹരിയുടെ ബോധം നഷ്ടപ്പെട്ട് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളാണ്. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ രാത്രിയോ പകലോ എന്നില്ലാതെ ഇത്തരത്തിൽ യുവാക്കൾ, പ്രത്യേകിച്ച് യുവാക്കളെന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ അനുസരിച്ച് യുവാക്കളാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെട്ട് ഈ കൊച്ചി നഗരങ്ങളിൽ ഇത്തരത്തിലുള്ള പരാക്രമമൊക്കെ കാണിക്കുന്നത്. ഒന്നുകിൽ പോലീസിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ കണ്ടു നിൽക്കുന്നവരെ ആക്രമിക്കുക. അത്തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഈ ഒടുവിൽ കാണുന്ന ദൃശ്യങ്ങളും. രാത്രി 12-15 കൂടിയാണ് ഇത്തരത്തിൽ ഈ റസ്ലിൻ, പ്രവീൺ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ, ഇത് പ്രവീണിന്റെ സുഹൃത്താണ് റസ്ലിൻ പെൺകുട്ടിയാണ്. ഇവർ രണ്ടുപേരും ഇന്നലെ രാത്രി 12 മണിയോടുകൂടി പാലാരിവട്ടം സംസ്കാര ജംഗ്ഷന്റെ സമീപത്ത് നിന്നും ആളുകളിലെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രവീണാണ് ഇത്തരത്തിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പോലീസിനെ ഉടനെ തന്നെ നാട്ടുകാർ വിവരം അറിയിച്ചു. ഇന്നിങ്ങനെ ആക്രമണം നടത്തുന്നു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരെയൊക്കെ വലിയ രീതിയിൽ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പാലാരിവട്ടം പോലീസ് അവിടെ എത്തുന്നു. പോലീസിന് നേരെയും പിന്നീട് ഇവർ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമാണ്. വളരെ സാഹസികമായി പ്രവീണിനെ പോലീസ് പിടികൂടി ജീപ്പിന്റെ അകത്തേക്ക് ഇടുന്നു. അതിനുശേഷം ഇത് കണ്ടുകൊണ്ടിരുന്ന റസ്ലിൻ വളരെ പ്രകോപനപരമായി, വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ പോലീസിനെ ഒക്കെ തെറി പറഞ്ഞുകൊണ്ട് പോലീസ് ജീപ്പിലെ കണ്ണാടി ഇടിച്ചു തകർത്തു. കൈകൊണ്ട് തന്നെ ഇടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണാം. വളരെ അസഭ്യ വർഷമാണ് പോലീസിന് നേരെയും കണ്ടുകൊണ്ട് നിന്ന നാട്ടുകാർക്ക് നേരെയും ഈ റസ്ലിൻ ചൊരിഞ്ഞത്. അതിനുശേഷം പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് പാലാരിവട്ടം സ്റ്റേഷൻ
സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇവർ അമിതമായി ലഹരി ഉപയോഗിച്ച് മദ്യത്തിനും ലഹരിക്കും അടിമയാണെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പ്രവീൺ പാലാരിവട്ടം സ്വദേശിയാണ്. ഈ ഡെലിവറി ബോയ് ആണ്, ഈ ഫുഡ് ഡെലിവറി ബോയ് ആണ്. ഈ പെൺകുട്ടി ഡി ജെ കൂടി ചെയ്യുന്ന പെൺകുട്ടിയാണ്. കോഴിക്കോടാണ്. കുറച്ച് നാളുകളായി കൊച്ചിയിൽ വന്ന് അതിനുശേഷമാണ് ഈ പ്രവീണുമായി സൗഹൃദത്തിലാകുന്നത്. ഇരുവരും ലഹരികൾ ഉപയോഗിക്കുകയും ലഹരികൾ കൈമാറ്റം ചെയ്യുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. പോലീസിന്റെ ഇവരുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചാൽ ഇവർക്ക് ഇതിനു മുൻപും ലഹരി കേസിലെ പ്രതികളായിട്ടുണ്ട്. പാലാരി സെൻട്രൽ സ്റ്റേഷനിലും നോർത്ത് സ്റ്റേഷനിലും ഒക്കെ ഇവർക്കെതിരെ ലഹരി കച്ചവടത്തിനും ലഹരി ഉപയോഗത്തിനുമൊക്കെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ ലഹരിക്ക് അടിമയായിട്ടുള്ള രണ്ടുപേരാണ്. തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇതിനു മുൻപും ലഹരി ഇടപാടുകൾ നടത്തിയിട്ടുള്ള, ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന രണ്ടുപേർ. ഇത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി, വലിയ പരാക്രമം കാട്ടിയപ്പോഴാണല്ലോ പോലീസിനെ വിളിച്ചത്. ഇതിനു മുൻപും ഈ ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് സമാനമായ രീതിയിൽ നാട്ടുകാരെ അസഭ്യം പറയുന്ന അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഉപദ്രവം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അന്നൊക്കെ ഇവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നോ? ഇതിനു മുമ്പ് ഇത്തരം സംഭവം ഉണ്ടായോ എന്നതിൽ പോലീസ് വ്യക്തത വരുന്നില്ല. അതെല്ലാം പരിശോധിച്ചു വരികതേ ഉള്ളൂ. പക്ഷെ ഇവരുടെ പേരിൽ ഇത്തരത്തിൽ ലഹരി കേസുകളുണ്ട്. ലഹരി കേസിലെ പ്രതികളാണ് ഇരുവരും എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവര് സുഹൃത്തുക്കളാണ്. കുറച്ച് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ കൊച്ചിയിൽ വന്ന് ഇവർ തമ്മിൽ ഒരു സൗഹൃദമാകുകയും പിന്നീട് ഇവർക്കിടയിൽ തന്നെ ലഹരി കൈമാറ്റവും അല്ലെങ്കിൽ ലഹരി ഉപയോഗവും ഒക്കെ ഉണ്ടായതായി പോലീസ് പറയുന്നുണ്ട്. കൂടുതൽ ഇതിനു മുൻപും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. അത് അന്വേഷണ സംഘവുമായി അന്വേഷണത്തിന്റെ പരിധിയിലാണ്. നമുക്കതിൽ കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ്. പക്ഷെ അപ്പോഴും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഇവർ ഇത് തന്നെ ആവർത്തിക്കും. കാരണം മുമ്പ് ലഹരി കേസിൽ പ്രതിയാക്കിയിട്ടുള്ളവരാണ്. ലഹരി ഉപയോഗം ഇപ്പോഴും ഉണ്ടെന്ന് ആ പെൺകുട്ടി തന്നെ പോലീസിനോട് പറയുന്ന സാഹചര്യമാണ്. ആ ദൃശ്യങ്ങളിലൊക്കെ അത് വ്യക്തവുമാണ്. അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു യുവാവും ഒരു യുവതിയുമാണ് ഇത്തരത്തിൽ വളരെ ആളുകളെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം നടു റോഡിൽ, അതും രാത്രി കൊച്ചി പോലുള്ളൊരു നഗരത്തിൽ കാണിക്കുന്നത്. പോലീസൊക്കെ പലതരത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിന്റെ നിരീക്ഷണമോ അല്ലെങ്കിൽ പെട്രോളിംഗ് ഒക്കെ ശക്തമാക്കും. തീർച്ചയായും ഇത് കൊച്ചി നഗരത്തിലെ മാത്രം ഇപ്പോഴത്തെ അവസ്ഥയല്ല. കേരളത്തിലെ പലയിടങ്ങളിലും ലഹരി ഉപയോഗിച്ച് അർദ്ധരാത്രി പോലും യുവതിയുവാക്കൾ അഴിഞ്ഞാടുന്ന, നാട്ടുകാരുടെ സ്വൈരജീവിതം തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നൊരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പോലീസിന് പോലും നിയമം നടപ്പാക്കാൻ കഴിയാത്ത രീതിയിൽ വലിയൊരു ഭീകരാന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിലെ പലയിടങ്ങളിലും, കൊച്ചി പോലുള്ള നഗരങ്ങളിൽ പ്രത്യേകിച്ചും ഉള്ളത്. നവമി, കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പോലും ഈ ലഹരി സംഘത്തെ പിടികൂടാൻ പോയപ്പോൾ കോഴിക്കോടൊക്കെ പോലീസിനെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. ഇവിടെ ആ രീതിയിൽ പോലീസിനെ ആക്രമിക്കാനുള്ള, അതായത് ഈ രീതിയിൽ ബഹളം വെച്ചതിനപ്പുറം പോലീസിന് ആക്രമണ ശ്രമം ഉണ്ടായിരുന്നോ? ടോം, നമുക്കറിയാം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ നേരെ ഇത്തരത്തിലൊരു ലഹരി ഉപയോഗിച്ച ഒരു യുവാവ്, ഒരു ചെറുപ്പക്കാരൻ മുഖത്തിടിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം. അതിന് പിന്നാലെയാണ് വീണ്ടും യുവാക്കളുടെ തന്നെ ഇത്തരത്തിലുള്ള പരാക്രമം ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് പ്രകാരം ഇവർ രാത്രി അവിടെ എത്തി, കുറച്ചധികം നേരം അവിടെ ഉണ്ടായിരുന്നു. ഇരുവരും സ്വബോധത്തിലല്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അതിനുശേഷം അവിടെ കണ്ടുകൊണ്ട് നിന്ന ആളുകളുടെ നേരേക്ക് കത്തി വീശുകയായിരുന്നു. മറ്റ് പ്രകോപനങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെയാണ് ഈ അബോധാവസ്ഥയിൽ അവർ ഇതെല്ലാം കാട്ടിക്കൂട്ടിയത്. ആർക്കും പരിക്കൊന്നുമില്ല. ഉടനെ തന്നെ ഇവർ പോലീസിന്റെ വിവരം അറിയിച്ചു. പോലീസ് അവിടെ എത്തി. പോലീസ് ഇവരെ, ഈ പ്രവീണിനെ കസ്റ്റഡിയിലെടുത്തു. ജീപ്പിലേക്ക് കയറ്റിയപ്പോഴാണ് ഈ പെൺകുട്ടി പ്രകോപനപൂർണമായിട്ട് ഇത്തരത്തിൽ ഉള്ള പരാക്രമങ്ങളൊക്കെ അവിടെ കാണിച്ചത്. പോലീസിനെ തെറി പറയുന്നുണ്ട്. പോലീസുകാരൻ ഇരിക്കുന്ന ജീപ്പിന്റെ മുൻവശത്തെ ഗ്ലാസ് ഇടിച്ച് പൊളിച്ച ഒരു സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാകും. ആ പെൺകുട്ടിയുടെ കൈ ഉപയോഗിച്ചാണ് അതിശക്തമായി ആ ഗ്ലാസ്സിൽ ഇടിക്കുകയും ഗ്ലാസിന്റെ ചില്ല് പൊട്ടിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കൊന്നുമില്ല. അവരെയൊക്കെ ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടായെങ്കിൽ പോലും അത് ചെറുത്തു നിർത്തി ഇവരെ കീഴടക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ഇവരെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ കോടതിയിലേക്ക് ഹാജരാക്കി. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും. വൈദ്യപരിശോധനയിൽ ഇരുവരും മദ്യലഹരിയിലും ഒപ്പം മറ്റ് ലഹരി ഉപയോഗം ഉള്ളവരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്.
വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി നഗരത്തില് ഇന്നലെ അർദ്ധരാത്രിയാണ് 12 മണിക്കാണ് ഒരു യുവതിയും യുവാവും നടുറോഡിൽ അഴിഞ്ഞാടിയത്. പോലീസിന് നേരെയും നാട്ടുകാർക്ക് നേരെയും പരാക്രമം നടത്തിയത്. രണ്ടുപേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ലഹരി കേസിലടക്കം നിരവധി കേസുകളിലെ പ്രതികളാണ് ഈ യുവാവും യുവതിയുമെന്നാണ് പോലീസ് പറയുന്നത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. കോളേജ് ഹോസ്റ്റലിൽ പരാതിക്കാരനെ കെട്ടിയിട്ട് ഉപദ്രവിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. കോമ്പസ് ഉപയോഗിച്ച് ശരീരത്തിൽ കുത്തി മുറിവിലും കാലിലും ലോഷൻ ഒഴിക്കുന്നതും സ്വകാര്യ ഭാഗത്ത് പരിക്കേൽപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. കയ്യും കാലും കെട്ടിയിട്ടായിരുന്നു മർദ്ദനം. മറ്റേ കളറ് എനിക്കിട്ട് കണ്ണടച്ചോ കണ്ണെഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കാം. ഈ സാധനം ഞാനല്ലേ രാവിലെ കളഞ്ഞേ. അത് കുഴപ്പമില്ല, കുക്കളൂന് ചുറ്റും ഇങ്ങനെ ഞങ്ങള് പോട്ടറാ നിങ്ങളെ അതിഭീകരമായ കാഴ്ചകളാണിത്. ഒരുപക്ഷെ നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള അതിക്രൂരമായ റാഗിംഗ് പീഡനമായിരുന്നു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്നത്. 6 വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ സംഭവം, ഈ ക്രൂരമായ റാഗിംഗ് പീഡനം ഉണ്ടാകുന്നത്. പിന്നീട് പോലീസ് 5 സീനിയർ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഗൗരവമായാണ് ഈ കേസിനെ കാണുന്നതെന്നാണ് കോട്ടയം SP ഷാഹുൽ ഹമീദ് പറയുന്നത്. കേസിൽ കൂടുതൽ ഇരകളുണ്ടോ എന്ന് പരിശോധിക്കും. വാർഡന്റെയും പ്രിൻസിപ്പാളിന്റെയും മൊഴി രേഖപ്പെടുത്തും. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും SP വ്യക്തമാക്കി. അത് തീർച്ചയായും ഗൗരവത്തോടു കൂടിയിട്ട് കാണേണ്ട വസ്തുതയാണ്. നിലവിൽ ഒരു കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിൻ്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കോട്ടയത്ത് നിന്ന് G ശ്രീജിത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ ക്രൂരത കാണിക്കുന്നവരെ വിദ്യാർത്ഥികളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, കൊടും ക്രിമിനലുകളാണ്. കാരണം അത്രയ്ക്കും ഒരു ക്രിമിനൽ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സഹജീവിയോട് ഈ രീതിയിലുള്ള ഒരു ക്രൂരത കാണിക്കാൻ കഴിയുള്ളൂ. മനുഷ്യത്വം ലെവലേശമില്ലാത്ത ഈ ക്രൂര മനസ്സിന്റെ ഉടമകൾ 5 പേരെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ, കൂടുതൽ ഇരകളുണ്ടോ? എന്താണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ? കൂടുതൽ പ്രതികളുള്ളതായുള്ള വിവരം ഇപ്പോൾ എന്തായാലും ഇല്ല ടോം. പ്രത്യേകിച്ച് ഈ 5 വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തത് എന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരകൾ കൂടുതലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 1ാം വർഷ വിദ്യാർത്ഥികൾ ആകെ 6 പേരാണുള്ളത്. അവർ 6 പേരും പരാതി ഈ കോളേജിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ ആദ്യം FIR ഇട്ടപ്പോൾ ഒരാളുടെ മൊഴിയെടുത്തുകൊണ്ട് FIR ഇട്ട് ഈ 5 പ്രതികളെയും അറസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് 3 പേർ ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോലീസ്
പോലീസിൽ നിന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തിയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. പ്രതികളെ എല്ലാവരെയും പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും ആദ്യം തന്നെ 11-ാം തീയതിയാണ് ഈ പരാതി വരുന്നത്. അന്ന് വൈകുന്നേരം തന്നെ പ്രതികളെ പൂർണ്ണമായും പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് തീർച്ചയായും ആശ്വാസം പകരുന്ന ഒന്നാണ്. പക്ഷേ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ ഹോസ്റ്റൽ വാർഡനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള മുറികളിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രി 10 മണിയോടുകൂടി അവർ പൂട്ടിയ ശേഷം പോകുമെന്നാണ് ഈ ഇന്നലെ പ്രിൻസിപ്പൽ ഇൻചാർജ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷമായിരിക്കാം ഇത് നടന്നിട്ടുണ്ടാകുക. പക്ഷേ ഇവർക്ക് ആർക്കെങ്കിലും അറിവുണ്ടായിട്ടുണ്ടോ, അതിലെന്താണ് തുടർ നടപടികൾ സ്വീകരിച്ച് ഇതെല്ലാം പരിശോധിക്കും. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും കാണിക്കാൻ കഴിയില്ല, കാരണം അത്രത്തോളം ക്രൂരമായ പീഡനമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഒന്ന് വ്യക്തമാണ്, ഈ വിദ്യാർത്ഥി വേദന കൊണ്ട് പുളയുമ്പോൾ ശരീരത്തെ എണ്ണിയാണ് കോമ്പസ് കൊണ്ട് കുത്തിട്ട് വേദന ഉണ്ടാക്കുന്നത്. ആ എണ്ണി പുളയുമ്പോൾ ഇപ്പുറത്ത് ഈ അക്രമികൾ ചിരിക്കുകയാണ്. അവരുടെ മനോനില തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്ന എത്രത്തോളം ക്രൂരമാണ് ഇവരുടെ മാനസികാവസ്ഥ എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ടോം, തീർച്ചയായും അത്രയ്ക്കും ക്രൂരമായ ഒരു മനോഭാവം ഉള്ള കുറ്റവാളികളാണ് ഈ റാഗിംഗ് നടത്തിയതെന്ന് വളരെ വ്യക്തമാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ശ്രീജിത്ത്, നിലവിൽ ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ, കൂടുതൽ ദൃശ്യങ്ങൾ, ഇവർ ഈ രീതിയിൽ ആക്രമണം കാണിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ഇത് പല ദിവസത്തെ ദൃശ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൂടുതൽ ദൃശ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത്. അതായത് 11-ാം തീയതി തന്നെ ഇവരെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്ത സമയത്താണ് ഈ ദൃശ്യങ്ങൾ കണ്ടെത്തിയത്. തീർച്ചയായും മൊബൈൽ ഫോണിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട്. അതാണ് അല്പസമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ചത്. ആ ശാസ്ത്രീയ പരിശോധനയിൽ എന്തെങ്കിലും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും എന്തായാലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പോലീസിനെ സംബന്ധിച്ച് പ്രതികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഈ മൊബൈൽ ഫോണിൽ തന്നെ തെളിവുകൾ, അവർ തന്നെ ചിത്രീകരിച്ച തെളിവുകൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനാൽ സാധാരണ ഏതെങ്കിലും ഒരു റാഗിംഗ് ഉണ്ടായോ എന്ന കാര്യത്തിൽ ഒരു മൊഴി മാത്രം, അല്ലെങ്കിൽ ശരീരത്ത് എന്തെങ്കിലും പരിക്കുണ്ടോ, ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ജീവിക്കുന്ന തെളിവായി ഈ മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ പ്രതികളുടെ മൊബൈൽ ഫോണിൽ തന്നെ പിടിച്ചെടുത്തപ്പോൾ കണ്ടെടുത്തു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസമാണ്. തീർച്ചയായും അതെല്ലാം തുടർ പരിശോധനയിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ കൂടുതൽ തെളിവുകളുണ്ടോ എന്ന് കണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാണ് പോലീസ് നടത്തുന്ന. ഗാന്ധിനഗർ SHOയുടെ നേതൃത്വത്തിലാണ് ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടക്കുന്നത്. തീർച്ചയായും ശ്രീജിത്ത്, ഇന്നലെ ഈ കോളേജ് പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞത് കോളേജിൽ ആന്റി റാഗിംഗ് സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്, കർശനമായ ഇത്തരമൊരു പരാതിയൊന്നും ഇതിനു മുൻപ് ഉയർന്നിട്ടില്ല എന്നാണല്ലോ ഈ പ്രിൻസിപ്പാൾ പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ഏതെങ്കിലും ശ്രമം ഉണ്ടായിരുന്നോ? നമുക്ക് നിലവിൽ അങ്ങനെ പറയാൻ കഴിയില്ല ടോം. പ്രത്യേകിച്ച് ഇതിലൊരു കാര്യം കൂടിയുള്ളത്, ഈ പരാതിക്കാരനായ ഏലപ്പാറ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ പ്രതികരണം കേട്ടതനുസരിച്ച് ഈ നേരത്തെ തങ്ങളോടും ഇക്കാര്യമൊന്നും പറഞ്ഞില്ല, രക്ഷിതാക്കളോടും ഇവർ ആരും ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പക്ഷേ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടോ എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സംവിധാനമുണ്ട്, ആന്റി റാഗിംഗ് സെല്ലും സംവിധാനം എല്ലാം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ അവിടെ റാഗിംഗ് നടക്കുന്നു. അതിനർത്ഥം ആ സംവിധാനം തന്നെ പരാജയമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നത് തന്നെയാണ് ഈ സംഭവം. മാത്രമല്ല, എല്ലാ ദിവസവും റാഗിംഗ് നടന്നോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ക്ലാസ് ടീച്ചർ ചോദിക്കുമെന്നാണ് ഈ ഇന്നലെ പ്രിൻസിപ്പൽ ഇൻചാർജ് വ്യക്തമാക്കിയത്. മാത്രവുമല്ല, വാർഡൻ രാത്രി 10 മണി വരെ അവിടെ ഉണ്ടാകാറുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇതെല്ലാം ഉള്ളൊരു സംവിധാനമാണ്, മെഡിക്കൽ കോളേജ് പോലുള്ള സംവിധാനമാണ്. ആ ഹോസ്റ്റലിൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിലും വിദ്യാർത്ഥികളൊക്കെയുള്ള സംവിധാനമാണ് ഉള്ളത്. എന്തായാലും അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ നടന്നത് എന്നുള്ളത് തീർച്ചയായും കോളേജിന്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ചയുണ്ട് എന്ന് തീർച്ചയായും കരുതേണ്ടി വരുന്ന സാഹചര്യം എന്തായാലും ഉണ്ട്. വെറുമൊരു പ്രഹസനമായി
റാഗിംഗ് വിരുദ്ധ ക്ലാസ്സുകളൊക്കെ എടുത്ത് നടത്തി മുന്നോട്ട് പോവുക, കുറച്ച് സ്റ്റിക്കറൊക്കെ അവിടെ ഇവിടെയും ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു കാര്യക്ഷമമായ ജീവനുള്ള സംവിധാനമായി ഇത് നിലനിൽക്കുന്നുണ്ടോ എന്ന സംശയം ബാക്കിയാണ്. പ്രത്യേകിച്ച് അധ്യാപകരോട് പോലും തുറന്നു പറയാൻ അവർ തയ്യാറാകുന്നില്ല. ചോദിച്ചിട്ടും തുറന്നു പറയാൻ തയ്യാറാകാത്തൊരു മാനസികാവസ്ഥയിലേക്ക് വിദ്യാർത്ഥികൾ പോയതും എന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് ഉണ്ടായിരിക്കാം. കാരണം സീനിയർ വിദ്യാർത്ഥികളാണ്, ഇതുപോലുള്ള ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നവരാണ്. പരാതിയുമായി കോളേജ് അധികൃതരെ സമീപിച്ചു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഭവിഷ്യത്തുകൾ നേരിടുമെന്ന ആശങ്ക കൊണ്ടായിരിക്കാം കുട്ടികൾ പരാതിപ്പെടാതിരുന്നത്. ശ്രീജിത്ത്, ഈ കേസിലെ പ്രതികളായിട്ടുള്ള 5 പേരുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്നലെ അത് വിഷയം ചർച്ച ചെയ്തതാണ്. പോലീസ് ഇവർ ലഹരിക്ക് അടിമകളാണോ? കാരണം പോലീസിന്റെ ഒരു കണ്ടെത്തലുണ്ടോ അതുമായി ബന്ധപ്പെട്ട്? കാരണം ഈ ഒരു സുബോധമുള്ളവരാണെങ്കിൽ ഇതുപോലുള്ള ക്രൂരമായ പ്രവൃത്തികൾ ചെയ്യുമോ? നിലവിൽ അങ്ങനെ ലഹരിയുടെ ഒരു വിവരമൊന്നുമില്ല ടോമ. ഇപ്പൊ ലഹരി തന്നെ ഉപയോഗിച്ചാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ എന്നൊന്നുമില്ല. ഓരോ തരം മാനസിക നില ഓരോ മനുഷ്യരുടെ ഓരോന്നാണ്. കേവലം ലഹരി മാത്രമല്ല പലയിടത്തും വില്ലനായി മാറാറുള്ളത് എന്ന് നമ്മൾ കാണാറുണ്ട് ചില സംഭവങ്ങളിലെങ്കിലും. ഈ സംഭവത്തിൽ എന്തായാലും മദ്യം ഉപയോഗിക്കുന്നവരാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മദ്യത്തിനു വേണ്ടിയുള്ള പണപ്പിരിവ് ഈ വിദ്യാർത്ഥികളിൽ നിന്ന്, ഈ ഇരകളായ വിദ്യാർത്ഥികളിൽ നിന്ന് ഇവർ തന്നെ നടത്താറുണ്ടായിരുന്നു. അതിനുവേണ്ടി കത്തി കാട്ടി ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. അത്തരം സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും ഇതൊരു മദ്യലഹരിയിൽ മാത്രം നടന്നൊരു സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനൊരു തുടർച്ചയുണ്ട്. ഇതൊരു 3 മാസത്തെ സംഭവമാണ്. കേവലം ഏതെങ്കിലും ഒരു ദിവസം രാത്രി ഉണ്ടാകുന്ന മാത്രം സംഭവമല്ല. ലഹരി ഒരു ഘടകമായിട്ടുണ്ടാകാം, പക്ഷേ പൂർണ്ണമായും ഇവരുടെ ഒരു മനോനില, മനോവൈകൃതങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഈ സംഭവങ്ങൾ. സാധാരണഗതിയിൽ പലയിടത്തും റാഗിംഗ് എന്നത് ഒരു തുടക്കത്തിൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന സംഭവമായി പലയിടത്തും കണ്ടുവരാറുണ്ട്. പക്ഷേ ഇതൊരു 3 മാസത്തെ പീഡനം എന്ന് പറയുമ്പോൾ അത് കേവലം ലഹരിയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ പോരാ. ഈ ക്രിമിനലുകളുടെ മാനസിക നില എന്താണ്, എത്രത്തോളം അക്രമവാസന ഉള്ളവരാണ് അവർ എന്നുകൂടി തുറന്ന് വ്യക്തമാക്കുന്ന സംഭവമാണ്. അതിനാണ് അവരുടെ അത്തരത്തിലാണ് അവരുടെ ഈ ക്രിമിനലുകളുടെ മനോഭാവം എന്താണ്, ഇവരെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം, നിയമ നടപടി എടുത്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഒരുപക്ഷെ ഇവർ വീണ്ടും പുറത്തിറങ്ങിയാൽ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇതുപോലുള്ള അക്രമവാസന കാണിക്കാനുള്ള സാഹചര്യം കൂടിയുണ്ട്. പോലീസ് കടുത്ത നടപടിയാണ് ഈ കേസിൽ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് ആലപ്പുഴ ചേർത്തലയിലെ ഒരു വീട്ടമ്മയുടെ ദുരൂഹമരണ കേസാണ്. വീട്ടമ്മ സജിയുടെ മരണകാരണം തലക്കേറ്റ ക്ഷതമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ. തലയോട്ടിയിൽ പൊട്ടൽ കണ്ടെത്തി. വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ നിയമ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഇന്നലെയാണ് മരിച്ച സജിയുടെ മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്തത്. അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തിയതാണെന്ന മകളുടെ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ശരണ്യ, ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക കണ്ടെത്തൽ തലക്കേറ്റ ക്ഷതമെന്നാണ്. അങ്ങനെയെങ്കിൽ അത് കൊലപാതകം, മകളുടെ മൊഴി പ്രകാരം, മകളുടെ വെളിപ്പെടുത്തൽ പ്രകാരം ഇത് കൊലപാതകമാണ് എന്ന് തന്നെ കണക്കാക്കേണ്ടതല്ലേ, മനസ്സിലാക്കേണ്ടതല്ലേ? ടോമ, അങ്ങനെ പറയാനാവില്ല. കാരണം ഈ കേസിനകത്ത് ആദ്യഘട്ടം തന്നെ സജി ചികിത്സയിൽ ഇരുന്നത് സ്റ്റെയർ കേസിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞ, 1ാം നിലയിൽ നിന്നും താഴേക്ക് വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞാണ് ചികിത്സ തേടിയിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ ഈ തലയോട്ടിക്കുള്ള പൊട്ടലും ഒപ്പം ഈ പരിക്കുകളും എല്ലാം ഉണ്ടായിരുന്നു. അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ രേഖകളിൽ ഈ ഫൈൻഡിങ്സ് എല്ലാം തന്നെ ഉള്ളതാണ്. അതായത് ഈ തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു എന്നും ഒപ്പം തന്നെ ഈ പറഞ്ഞ തലയോട്ടിക്ക് പൊട്ടലുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അതിനകത്ത് വകുപ്പുകൾ അടക്കം ചുമത്തുന്നതിനെ സംബന്ധിച്ച് പോലീസ് തീരുമാനമെടുക്കുകയുള്ളൂ. വൈകിട്ടോടുകൂടി ഈ കേസിൽ ഈ സജിയുടെ ഭർത്താവ് സോണി പ്രതി ചേർക്കപ്പെടുമോ എന്നുള്ള കാര്യം പറയാനാകും. പക്ഷേ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക മൊഴി എന്ന് പറയുന്നത് ഈ സജിയുടെ മകൾ മിഷ്മ നൽകിയ മൊഴിയാണ്. ആ കുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത്, 19-കാരിയാണ്. അവർ വ്യക്തമാക്കിയിരിക്കുന്നത് വീടിനകത്ത് അമ്മ ഉപദ്രവിക്കപ്പെടുന്നത് താൻ കണ്ടിരുന്നു. ഒപ്പം തന്നെ അച്ഛൻ മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് തന്നെ അമ്മയെ വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ശേഷം തന്നെയും ആക്രമിക്കാനായി കത്തിയുമായി ഓടിച്ചു. മറ്റൊരു ബന്ധുവീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് 1.5 മണിക്കൂറിന് ശേഷമാണ് എത്തിയ അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്
എന്നുള്ളതാണ്. പക്ഷേ ഈ 1 മാസ കാലയളവിലും ഈ കാര്യങ്ങൾ പുറത്തേക്ക് വന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസ് എല്ലാ രീതിയിലുള്ള പഴുതുകൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിനകത്ത് ഈ ഒരു കേസിന്റെ തുടർ നടപടികളിലേക്ക് നീങ്ങൂ. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ നേരത്തെ ചികിത്സാ രേഖകൾ സജിയുടെ മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്ന തലക്കേറ്റ ക്ഷതവും ഒക്കെ അത്തരം ഇന്റേണൽ ബ്ലീഡിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് തുടക്കഘട്ടത്തിൽ സജിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചികിത്സാ രേഖകൾ ഈ കേസിൽ ഏറ്റവും നിർണായകമായിരിക്കും. കാരണം 1 മാസം തുടർ ചികിത്സയ്ക്ക് ശേഷമാണ് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾക്ക് വിധേയമായ ശേഷമാണ് പിന്നീട് സജി മരണത്തിലേക്ക് പോകുന്നത്. ആ 1 മാസക്കാലത്തോളം വന്ന തുടർച്ചയായ ചികിത്സകളിൽ ഈ പരിക്കുകൾക്കൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ടാകുന്നു. 3 ദിവസം അടക്കം ചെയ്ത് 3ാമത്തെ ദിവസം എടുത്ത ബോഡിയുമാണ്, അത് ഡീകമ്പോസ്ഡുമാണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഈ കേസിൽ അവർ ഉദ്യോഗസ്ഥർ ഫേസ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ അതിലൊക്കെ ഒരു കൃത്യമായ ഉത്തരത്തിലേക്ക് എത്തിയതിനു ശേഷമാകും ഈ തുടർ നടപടികളിലേക്ക് നീങ്ങൂ എന്നുള്ളതാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ, അതായത് മിഷ്മയുടെ മൊഴി പ്രകാരം ഉണ്ടായിട്ടുള്ള സംഭവമാണെങ്കിൽ അത്തരത്തിൽ ഒരു സംഭവം അവിടെ നടന്നെങ്കിൽ അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ പറയാം. കാരണം മുടിക്ക് ചുറ്റിപ്പിടിച്ച് പലതവണ തല ഭിത്തിയിൽ ഇടിപ്പിച്ചു. അബോധാവസ്ഥയിൽ എത്തിയ ശേഷം മുകളിൽ നിന്നും അമ്മ സജിയെ അച്ഛൻ സോണി താഴേക്ക് എറിഞ്ഞു കൊന്നു എന്നുള്ളതാണ് ആ കുട്ടി നൽകിയിട്ടുള്ള മൊഴി. മദ്യപിക്കാറുണ്ടായിരുന്നു, പലപ്പോഴും മദ്യലഹരിയിൽ അമ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ കുട്ടി ഈ സംസ്കാരത്തിന് ശേഷം അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷമാണ് ആ ഒരു ധൈര്യം ആർജിച്ച് പോലീസിന് പരാതി കൊടുക്കാനും ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് എത്താനും ഉള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടായത്. അങ്ങനെയാണ് ഒരു പരാതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ കേസിൽ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സമയത്ത് സജിക്കുണ്ടായിരുന്ന പരിക്കുകളുടെ സ്വഭാവം തന്നെയാണ്. ഈ ആദ്യഘട്ടത്തിൽ 1 മാസത്തോളം, അതായത് ജനുവരി 8-നാണ് സജിക്ക് പരിക്കേൽക്കുന്നത്. ഈ രീതിയിൽ ആശുപത്രിയിൽ സജി ആദ്യം ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്നും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിൽ അബോധാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. കോമ സ്റ്റേജിലാണ് പിന്നീട് 1 മാസം സജി തുടർന്നത്. അപ്പൊ ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ മറ്റ് പോലീസ് നടപടിക്രമങ്ങളോ പോസ്റ്റ്മോർട്ടം അടക്കമോ ഈ കേസിൽ നടന്നിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ചികിത്സയിലിരിക്കെ അപകടം സംഭവിച്ചു, ചികിത്സയിലിരിക്കെ സജി മരിച്ചു എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ധാരണ. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിനകത്ത് ബന്ധുക്കളടക്കം സഹോദരങ്ങളടക്കം പലതവണ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പോലീസിൽ മകൾ പരാതി നൽകിയത്. ആ പരാതിയിൽ ഈ അമ്മ ദൃക്സാക്ഷി എന്ന് പറയുന്ന മകളുടെ മൊഴി തീർച്ചയായും ശരണി സൂചിപ്പിച്ചതുപോലെ പോലീസിനെ സംബന്ധിച്ച് അന്വേഷണത്തിൽ പല വെല്ലുവിളികളുമുണ്ട്. ഈ ആക്രമണം ഉണ്ടാകുന്നത് ഭാര്യയെ ഈ രീതിയിൽ ക്രൂരമായി സോണി മർദ്ദിക്കുന്നത് 1 മാസം മുൻപാണ്. പിന്നീട് ചികിത്സ തേടി മൃതദേഹം സംസ്കരിച്ച് ശേഷമാണ് ഈ പെൺകുട്ടി മകൾ ഈ രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലുമായി മിഷ്മ രംഗത്ത് വരുന്നതും. പോലീസിന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ അത് നിർണായകമാണ്. പക്ഷെ ശരണി സൂചിപ്പിച്ചതുപോലെ ഈ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ഒരു കൃത്യമായ ഫൈൻഡിങ്സ് ലഭ്യമാകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതോടൊപ്പം പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ മകളുടെ മൊഴി കേസിൽ എത്രത്തോളം നിർണായകമാണ് ശരണ്യ? വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം അച്ഛനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് മകളാണ്. മാത്രമല്ല ഈ കേസ് ദൃക്സാക്ഷിയാണെന്നാണ് ഈ കുട്ടി പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെയും കൊലപ്പെടുത്താനുള്ള ശ്രമം നടന്നു. കത്തിയുമായി അമ്മയെ ഈ രീതിയിൽ ഉപദ്രവിച്ച ശേഷം കത്തിയുമായി തന്നെയും വീടിന് ചുറ്റുമിട്ട് ഓടിച്ചിരുന്നു എന്നുള്ളതും ഒക്കെ ആ കുട്ടി പോലീസിന് നൽകിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ അമ്മ അത്തരത്തിൽ ആശുപത്രിയിൽ കിടന്ന സമയത്തും ഈ ഒരു ഭയത്തിന്റെ പുറത്താണ് കാര്യങ്ങൾ പുറത്തേക്ക് പറയാൻ കഴിയാതിരുന്നത് എന്നുള്ളതാണ് അവർ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അമ്മയുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം ഒരു ബന്ധുക്കളുടെയൊക്കെ ഒരു പിന്തുണ കിട്ടിയതോടെയാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയാനും അച്ഛനെതിരെ അതിശക്തമായ ഒരു മൊഴി നൽകാനും ഈ കുട്ടിക്ക് അത്തരം ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വളരെ വ്യക്തമായി തന്നെ ഉണ്ടായ സംഭവങ്ങൾ മിഷ്മ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന ഘട്ടത്തിൽ പോലും അവിടെ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ പെൺകുട്ടി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു.
അത്തരത്തിൽ വളരെ നിർണായകമായ ഒരു മൊഴി ഉണ്ട് എങ്കിൽ പോലും പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ നിയമപരമായ എല്ലാ പഴുതുകളും അടച്ചതിനു ശേഷം മാത്രമേ പോലീസിന് ഈ കേസിനകത്ത് മറ്റ് തുടർ നടപടികളിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഫോറൻസിക് വിഭാഗം ഡോക്ടറുമായി ഫോറൻസിക് സർജനുമായി ഇപ്പോൾ ചേർത്തലയിലെ സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അവരുമായി സംസാരിക്കും. അകത്ത് ഉള്ള വിലയിരുത്തലുകൾക്കും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകളുമായുള്ള ചർച്ചയ്ക്കും ശേഷമായിരിക്കും വൈകിട്ടോടുകൂടി ഇതിനകത്ത് തുടർ നടപടി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ അവിടെ വളരെ ബലവത്തായ മൊഴികളുണ്ട്, നാട്ടുകാരുടെ മൊഴികളുണ്ട്. തുടർച്ചയായി ഇയാൾ മദ്യപിക്കാറുണ്ടെന്ന് വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ സജി എന്ന വീട്ടമ്മയുടെ ദുരൂഹമരണ കേസിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുണ്ട്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമായിരിക്കും പോലീസ് നിയമ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവതിയുടെ മരണത്തിൽ പ്രതി അനൂപിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. വാർത്ത പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. വന്യജീവി ആക്രമണം തുടരുന്നതിനിടെ വീണ്ടും വിവാദ പരാമർശവുമായി വനം മന്ത്രി കെ ശശീന്ദ്രൻ. വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമില്ലെന്ന് മന്ത്രി. സംസ്ഥാനത്ത് ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വനവാസികളല്ലാത്തവർ എന്തിനാണ് വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നതെന്നും നിലപാടും മന്ത്രി ആവർത്തിച്ചു. താൻ രാജിവെച്ചാൽ പ്രശ്നപരിഹാരമാകില്ലെന്നും മന്ത്രി. വനം മന്ത്രി രാജിവെക്കണമെന്ന് ആവർത്തിച്ച് താമരശ്ശേരി ബിഷപ്പ് റെമീജിയോസ് ഇഞ്ചനാനിയൽ. വന്യജീവി ആക്രമണങ്ങളിൽ കർഷകരുടെ ജീവൻ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. കർഷകരെ ആക്രമിക്കുന്ന സമീപനമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. വന്യജീവി ആക്രമണ വിഷയത്തിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്നും താമരശ്ശേരി ബിഷപ്പ്. ബിഷപ്പുമാർക്ക് മറുപടിയുമായി മന്ത്രി കെ ശശീന്ദ്രൻ. ബിഷപ്പുമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണെന്നാണ് ധരിച്ചത്. രാജിവെക്കണമെന്ന് പറയുന്നത് രാഷ്ട്രീയമാണെന്നും ശശീന്ദ്രൻ. താമരശ്ശേരി ഇടുക്കി ബിഷപ്പുമാരുടെ സർക്കാരിനെതിരായ പരാമർശത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം. കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്ന ബിഷപ്പുമാരുടെ അഭിപ്രായത്തോട് യോജിപ്പില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. എന്നാൽ വനം വകുപ്പ് മന്ത്രിയുടെ സ്പോട്ട് ലൈവ് തുടരുന്നു. എറണാകുളം ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പ്രതി അനൂപിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അനൂപ് പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു. വൈദ്യസഹായം നിഷേധിച്ചത് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനൂപിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയതിന്റെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, നേരത്തെ ഈ കൊലപാതകത്തിന് കൊലക്കുറ്റം ചുമത്താൻ കഴിയില്ല എന്നായിരുന്നു, പ്രതിക്കെതിരെ ചുമത്താൻ കഴിയില്ല എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. അതായത് ഒരു കൊലപാതകം, ഈ ക്രൂരമായ മർദ്ദനം കൊലപാതകത്തിന് കാരണമായില്ല എന്നായിരുന്നു കണ്ടെത്തൽ. പക്ഷെ ഇപ്പോൾ വൈദ്യസഹായം നിഷേധിച്ചതും അതോടൊപ്പം പ്രതി അനൂപ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നരഹത്യാ കുറ്റത്തിൽ മറ്റെന്തൊക്കെയാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, ഇതിലെ ഏറ്റവും പ്രധാനം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി അതിൻ്റെ ഒരു വിശദാംശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നത് തന്നെയായിരുന്നു. കാരണം അതിന് പ്രകാരം മാത്രമേ കൂടുതൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് സാധ്യതയുള്ളൂ, അടിസ്ഥാനമുള്ളൂ. എങ്കിൽ മാത്രമേ കൂടുതൽ ഗൗരവതരമായ വകുപ്പുകൾ ചുമത്താൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയായിരുന്നു അത് നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അത്തരം ഒരു സാവകാശം എടുത്തത്. കൃത്യമായ ഒരു വിവരണം കണക്കുകളിലേക്ക് വന്നതിന് ശേഷം മാത്രമാകാമെന്ന്. എന്നാൽ ഇപ്പോൾ അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാരണങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ അനൂപ് പെൺകുട്ടിയെ വളരെ ക്രൂരമായി മർദ്ദിച്ചതായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ആ മുറിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലും തലയ്ക്കും എല്ലാം തന്നെയുണ്ട്. ഈ ക്ഷതങ്ങൾ തന്നെയാണ് മരണകാരണമെല്ലാം തന്നെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വകുപ്പുകളിലേക്ക്, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതിന് പ്രകാരമാണ് പോലീസ് ഇനി അപ്പോൾ കോടതിയിൽ പുതിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും
വരികയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൽ തുടക്കം മുതൽ തന്നെ നിലനിന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് ഈ ഗൗരവതരമായ ഒരു വകുപ്പിലേക്ക് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു തടസ്സവും കാര്യങ്ങളുമെല്ലാം എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നിലനിന്നിരുന്നു. അതിന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയാണ് ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെയും ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ പെൺകുട്ടിക്ക് വൈദ്യസഹായം നിഷേധിച്ചു. ഈ നിഷേധം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. അത് കൊലപാതകത്തിന് തുല്യമായ കാര്യം തന്നെയാണ്. കാരണം അവർക്ക് കൃത്യമായ രീതിയിലൊരു വൈദ്യസഹായം നൽകിയിരുന്നെങ്കിൽ ആ സമയത്ത് ആ നിലയിലുള്ള പരിക്കുകൾ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് അത് കുറെ കൂടി സങ്കീർണമാവുകയായിരുന്നു. വളരെ സമയം വൈകിയാണ് അവരെ ആശുപത്രിയിലടക്കം എത്തിക്കാനെല്ലാം തന്നെ സാധിച്ചുള്ളൂ. അപ്പോൾ അതെല്ലാം തന്നെ അവരുടെ മരണകാരണമാകുകയായിരുന്നു. ഇതിനെല്ലാം ഉത്തരവാദി ഇയാൾ തന്നെയാണ്, പ്രതി തന്നെയാണ്, പ്രതി അനൂപ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറ്റകരമായ നരഹത്യയിലേക്ക് അടക്കം കാരണങ്ങൾ വന്നിരിക്കുകയും ചെയ്യുന്നത്. ഇത് ഈ കേസിലെ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഇയാൾ നൽകിയിരുന്നൊരു മൊഴി എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, താൻ അവരെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അവർ ഷാൾ കൊണ്ട് കഴുത്തിൽ കെട്ടി അതിൽ ഫാനിൽ ചുറ്റുമ്പോൾ പിന്നീട് അത് മുറിച്ച് താഴെയിട്ടത് താനാണ്. താൻ കൊലപ്പെടുത്തണമെന്നൊരു ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല, അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് ഒരു സംശയത്തിൻ്റെതടക്കമുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇയാൾക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ആ ഘട്ടത്തിലെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പുതിയതായി വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഗൗരവതരമായ കാര്യങ്ങളുണ്ട്. കാരണം ഈ തലക്കേറ്റ ക്ഷതങ്ങൾ അത് മരണകാരണമാകുന്നു. അത് ഇയാൾ കൃത്യമായ ഒരു രീതിയിലുള്ളൊരു ചികിത്സാ സഹായം ലഭ്യമാക്കിയിരുന്നെങ്കിൽ ഈ രീതിയിലേക്ക് ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് അടക്കം പോവുകയില്ലായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. ആ കണ്ടെത്തലിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇയാൾക്കെതിരെ ഇപ്പോൾ ഗൗരവതരമായ കാര്യങ്ങളിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയാണ്. ടോം, അങ്ങനെയെങ്കിൽ ഈ പ്രതിക്ക് ഇനി ജാമ്യം കിട്ടുക തന്നെ പ്രയാസമായിരിക്കാം. കാരണം പോലീസിന്റെ നടപടികൾ അതിവേഗത്തിൽ തന്നെ നീങ്ങുന്നുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികൾ എന്തൊക്കെയായിരിക്കും ഡാനി? പോലീസ് നിലവിൽ നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡിലെല്ലാം തന്നെ പോവുകയും ചെയ്തിരുന്നു. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. കാരണം പോലീസിന് ഇനി വളരെ പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായ കാര്യങ്ങൾ പോലീസ് കോടതി മുൻപാകെ സമർപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലേക്ക് റിപ്പോർട്ടടക്കം സമർപ്പിക്കുകയും ജാമ്യാപേക്ഷ സ്വാഭാവികമായും ഇത്തരം ഗൗരവതരമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിൽ കൃത്യമായ രീതിയിൽ പോലീസിനെ ഇടപെട്ടുകൊണ്ട് എതിർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജാമ്യാപേക്ഷ സ്വാഭാവികമായും എതിർക്കപ്പെടും. അത് തള്ളപ്പെടാൻ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പൂർണ്ണ സാധ്യതയുമുള്ളത്. ഏതായാലും ഈ കേസ് സമൂഹം അത് വളരെ ഗൗരവതരമായിട്ട് തന്നെ നോക്കിക്കണ്ട ഒരു കേസാണ്. അതിൻ്റെ പൂർണ്ണ അർത്ഥതലങ്ങളിലൂടെ തന്നെ പോലീസിന് ഗൗരവതരമായിട്ട് തന്നെ ഇതിനെ സമീപിക്കാനായിട്ട് സാധിക്കുന്ന സഹായകരമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ പെൺകുട്ടിക്കേറ്റ ക്ഷതങ്ങൾ, മാരകമായ ക്ഷതങ്ങൾ, അത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നതിനും എല്ലാം തന്നെ ഈ റിപ്പോർട്ട് സഹായകരമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ടോം, തീർച്ചയായും ഡാനി, നേരത്തെ ഈ പ്രതി എന്തിനാണ് ഈ രീതിയിലുള്ള ക്രൂരകൃത്യം ചെയ്തത്, ഈ പെൺകുട്ടിയെ ക്രൂരമായി ഇങ്ങനെ മർദ്ദിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതിയുടെ മൊഴികളിലൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഈ പ്രതി പറയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് ഒരു വർഷമായിട്ടാണ് പരിചയം, അടുപ്പമുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇയാൾ 2 കേസുകളിൽ പ്രതിയുമാണ്, 3 കേസുകളിൽ പ്രതിയുമാണ്. 2 തല്ല് കേസുകളിലും മറ്റൊന്നൊരു കഞ്ചാവ് കേസിലും ഇയാൾ പ്രതിയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ തന്നെയാണ് ഇയാൾ. ഈ പെൺകുട്ടിയിൽ ഉടലെടുത്ത ചില സംശയങ്ങൾ, ഇവരുടെ ചില സൗഹൃദങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലാണ് ഈ രീതിയിലുള്ളൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പറയുന്നു. ഇയാൾ ഈ പെൺകുട്ടിയുടെ അമ്മയെ വരെ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴക്കും കാര്യങ്ങളും ബഹളങ്ങളും എല്ലാം തന്നെ വീട്ടിൽ പതിവായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് പോലും വീട്ടിൽ നിൽക്കാൻ
കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇയാൾ തന്നെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. പരിസരവാസികളുമായി പലപ്പോഴും ഇയാൾ ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. പരിസരവാസികൾ നൽകിയ ഒരു മാസ് പെറ്റീഷൻ തന്നെ പോലീസിനെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് മുന്നിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇയാൾക്ക് പ്രതികൂലമായ ഒരു സാഹചര്യങ്ങൾ തന്നെയാണ്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുമായി ഇയാൾ കലഹിച്ചിരുന്നു. ഒപ്പം തന്നെയും അന്ന് വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വളരെ തിടുക്കപ്പെട്ട് ഇയാൾ ഒരു സുഹൃത്തിൻ്റെ ഇരുചക്ര വാഹനത്തിൽ അവിടേക്ക് എത്തുകയായിരുന്നു. ആ CCTV ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. വളരെ തിടുക്കത്തിൽ അവിടേക്ക് വരുന്ന ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ തിരിച്ചു പോകുന്നത് CCTVയിൽ പതിഞ്ഞിട്ടില്ല. പിന്നീട് പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി മരിച്ചു എന്ന് കരുതി തൊട്ടപ്പുറത്തെ മതിൽ ചാടി അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംശയത്തെ ചൊല്ലിയുണ്ടായിരുന്ന ഈ ബഹളങ്ങളാണ് ഈ രീതിയിലേക്ക് കൊലപാതകത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചിരുന്നത്. പോലീസിനോട് അയാൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്. അല്ലെങ്കിൽ ഷാൾ മുറിച്ച് താൻ താഴെ ഇടുകയില്ലായിരുന്നു എന്ന് ഇയാൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ആകെ ഒരു സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം അയാൾക്ക് ലഭിക്കുന്നത് ആ ഒരു പോയിന്റിൽ മാത്രമാണ് പോലീസ് അത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഈ പെൺകുട്ടിയെ വളരെ മൃഗീയമായിട്ട് തന്നെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു എന്നത് വളരെ വസ്തുതാപരമായിട്ട് തന്നെ തെളിയിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഒരു മൃഗീയമായി ഉപദ്രവിച്ച ഒരാൾക്ക് ഒരു സംശയത്തിന്റെയും ആനുകൂല്യം നൽകേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ മൃഗീയമായിട്ടുള്ള ക്രൂരതയാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. കേസിൽ പ്രതി അനൂപിനെതിരെ പോലീസ് നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ മാത്രമാണ് പ്രതിയെന്ന് പോലീസ് കണ്ടെത്തൽ. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മാവൻ ഹരികുമാറിനെ പ്രതി ചേർത്ത് വൈകാതെ തന്നെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. അതേസമയം ജോലി വാഗ്ദാനം ചെയ്തുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുട്ടിയുടെ അമ്മയെ പ്രതി ചേർത്ത് മറ്റു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഭർത്താവിന്റെ ബന്ധുവായ പോലീസുകാരന് 35 ലക്ഷം രൂപ കൈമാറിയെന്ന യുവതിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നു. വിനോദ്, തുടക്കത്തിൽ ഈ ബാലരാമപുരത്തെ ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അമ്മാവിനെ മാത്രമല്ല അമ്മയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്ന ചില സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ പോലീസ് ഇപ്പോൾ അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് പറയുന്നു. അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണോ പോലീസ് നൽകുന്ന വിവരങ്ങൾ? ടോം, ഇതിൽ ഹരികുമാറിനെ ഏക പ്രതിയാക്കിക്കൊണ്ട് കുറ്റപത്രം നൽകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ല എന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. ഇതിൽ അമ്മാവൻ ഹരികുമാറും ഈ കുഞ്ഞിൻ്റെ അമ്മ ശ്രീതും ഇവർ സഹോദരങ്ങളാണ്. ഇവർക്കിടയിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഈ കൊലപ്പെടുത്തുന്ന ദിവസവും അന്ന് റൂമിലേക്ക് ഹരികുമാർ ശ്രീതുവിനെ വിളിച്ചു. പക്ഷേ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞതുകൊണ്ട് അങ്ങനെ ശ്രീതുവിന് ആ റൂമിലേക്ക് എത്താൻ പറ്റിയില്ല. തുടർന്നാണ് ഇതിൽ പ്രകോപിതനായി കൊലപാതകം നടത്തിയതെന്ന മൊഴി ഹരികുമാർ നൽകുന്നത്. ഈ തുടർച്ചയായി പ്രതിയെ ചോദ്യം ചെയ്തിട്ടും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ 6 ദിവസം പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഇതിൽ തന്നെ അമ്മയ്ക്ക് പങ്കില്ല, മറ്റാർക്കെങ്കിലും പുറത്തു നിന്നുള്ള ആർക്കെങ്കിലും കൊലപാതകത്തിൽ പങ്കില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം ശ്രീതുവിനെതിരെ നേരത്തെ തന്നെ സാമ്പത്തിക തട്ടിപ്പിൽ ശ്രീതുവിനെ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിൽ വിടുകയും ചെയ്തിരുന്നു. ശ്രീതു ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. ഈ കേസ് 10 ലക്ഷം രൂപ പല FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 ലക്ഷം രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തു എന്നതാണ്. അതിലാണ് ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായത്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വഴിത്തിരിവുള്ളത്, ശ്രീതു ഒരു പുതിയ മൊഴി നൽകുകയും അതിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതൊരു പോലീസുകാരനുമായി ബന്ധപ്പെട്ടാണ്. ശ്രീതുവിൻ്റെ ഭർത്താവിനെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ട് മുൻപ് ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അത് ശ്രീതുവിൻ്റെ ഒരു ആസൂത്രണം എന്നാണ് വിലയിരുത്തുന്നത്. കാരണം ഈ കൊലപാതകം ശ്രീതു കൂടി അറിഞ്ഞിരുന്നു എന്ന കാര്യം ഇനിയും വെളിപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രതിയെ മാത്രമാണ് വെച്ച്, കൊലപാതക കുറ്റത്തിൽ ഒരു പ്രതിയെ മാത്രം വെച്ചാണ് കുറ്റപത്രം നൽകാൻ ആലോചിക്കുന്നത്. പക്ഷേ എന്തിന് ഭർത്താവിനെ, കുറെ നാളുകളായി അകന്നു നിന്ന ഭർത്താവിനെ വിനോദ്, അതോടൊപ്പം അറിയേണ്ടത്, തുടക്കത്തിൽ ഈ കേസ് സംഭവം പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ ചില അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംശയിച്ചിരുന്നല്ലോ. ഈ കുഞ്ഞ് ഇവരുടെ കുടുംബത്തിന് പല അനിഷ്ടങ്ങളും ഉണ്ടാക്കും, അതേ തുടർന്ന് നടത്തിയ കൊലപാതകമാണെന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ കേട്ടിരുന്നു, ചില സംശയങ്ങൾ, ആ രീതിയിലുള്ള ചില കഥകൾ കേട്ടിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും പോലീസ് തള്ളിക്കളയുകയാണോ? ഇത്തരത്തിലൊരു അന്ധവിശ്വാസമൊന്നുമല്ല. അതിനപ്പുറം വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇരുവരും തമ്മിലുള്ള ഈ വഴിവിട്ട ബന്ധത്തിന് കുഞ്ഞ് തടസ്സമായി, അതേ തുടർന്ന് നടത്തിയ കൊലപാതകം, ഇതാണോ കണ്ടെത്തൽ?
അങ്ങനെയാണ് ഈ പ്രതി തുടർച്ചയായി മൊഴി നൽകുന്നത്. മറ്റേതെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ പേരിലുള്ളൊരു കൊലപാതകമല്ല. മാത്രമല്ല ഇവർക്ക് ചില കേന്ദ്രങ്ങളുമായി ഇത്തരത്തിൽ ബന്ധമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ചില കേന്ദ്രങ്ങളിലേക്ക് പോയിരുന്നു. കരിക്കകത്തെ ജ്യോത്സ്യനായ ശംഖുമുഖം ദേവിദാസൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തലമുണ്ടനം ചെയ്തത് അടക്കമുള്ള കാര്യങ്ങൾ ചില വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഈ പോലീസ് അന്വേഷണത്തിൽ അതൊന്നും ശരിയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. മാത്രമല്ല ഈ 35 ലക്ഷം രൂപ ആദ്യം നൽകിയെന്ന് പറയുന്നത് ഈ ശംഖുമുഖം ദേവിദാസൻ എന്ന ജ്യോത്സ്യനായിരുന്നു. അത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ കുഞ്ഞ് മരിക്കുന്നതിനും ഒരാഴ്ച മുൻപ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ശ്രീതുവാണ് അങ്ങനെ ഒരു മൊഴി നൽകിയത്. എന്നാൽ രേഖാമൂലം അങ്ങനെ ഒരു പരാതി നൽകിയിരുന്നില്ല. ഇതേ ശ്രീതു തന്നെയാണ് ഇപ്പോൾ ഈ ശ്രീതുവിൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവായ പോലീസുകാരനെതിരെയും പരാതി നൽകിയിരിക്കുന്നത്. 35 ലക്ഷം രൂപ ഈ പോലീസുകാരന് നൽകി എന്ന കാര്യമാണ് ഈ പരാതിയിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ശംഖുമുഖം ദേവിദാസൻ നിഷേധിച്ചിരുന്നു, തനിക്ക് ഈ പണം കിട്ടിയിട്ടില്ല, തനിക്ക് അങ്ങനെ പണം തന്നിട്ടില്ല. അത് ശരിയാണെന്ന് തെളിയുകയാണ്. കാരണം ഇപ്പോഴത്തെ ശ്രീതുവിൻ്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ 35 ലക്ഷം രൂപ ഈ പോലീസ് ഉദ്യോഗസ്ഥന് കൊടുത്തു എന്നതാണ്. അതിലും സ്ഥിരീകരണമില്ല. കാരണം തൻ്റെ ഭർത്താവിനെ രക്ഷിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ മൂലമാണ്. അതിലെ വൈരാഗ്യത്തിൽ ഒരുപക്ഷെ ശ്രീതു ഇങ്ങനെ പറഞ്ഞതാകാം എന്നാണ് കരുതുന്നത്. പക്ഷേ ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഇത്തരത്തിൽ പണം തട്ടിയെടുത്തതും. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട്. ശ്രീതുവുമായി അവിടെ കാറിൽ വന്നു പോകുന്ന ഒരു യുവാവുണ്ടായിരുന്നു. ആ യുവാവിനെ കേന്ദ്രീകരിച്ചും ചില അന്വേഷണങ്ങൾ നടന്നു. പക്ഷേ പണം അവിടേക്ക് എത്തിയിട്ടില്ല എന്ന വിവരമാണ്. ഏതായിരുന്നാലും ശ്രീതു നൽകുന്ന മൊഴി മുഖവിലേക്ക് പോലീസ് എടുക്കുന്നില്ല. കാരണം നേരത്തെ തന്നെ മൊഴികൾ വ്യത്യാസമുണ്ട്. തനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കെതിരെ മൊഴി നൽകുന്ന ഒരു രീതിയുണ്ടോ എന്ന സംശയം ഇപ്പോൾ പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതിനൊരു ഗൗരവ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. കേട്ടോ വിനോദ്, അങ്ങനെയെങ്കിൽ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ ശ്രീതുവിൻ്റെ മൊഴി പോലീസ് സംശയിക്കുന്നുണ്ടെങ്കിൽ ഈ ശ്രീതു ഒരു പോലീസുകാരനെതിരെ, ഭർത്താവിൻ്റെ ബന്ധുവായ പോലീസുകാരനെതിരെ നൽകിയ പരാതി അടക്കം വ്യാജമാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോം, ആ നിലയ്ക്ക് ആണ് കാര്യങ്ങൾ നോക്കേണ്ടത്. കാരണം ഈ പരാതിയിൽ പറയുന്ന കാര്യം ശരിയാണോ എന്നത്, ഇവർ തമ്മിൽ വ്യക്തിപരമായ ചില അടുപ്പമുണ്ടായിരുന്നു എന്ന സൂചനകളുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി ചില സൗഹൃദമുണ്ടായിരുന്നു. പക്ഷേ അത് കുടുംബാംഗമാണ്. അതിനപ്പുറത്തേക്ക് ഈ 35 ലക്ഷം രൂപ നൽകിയോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ ബാങ്ക് പാസ്ബുക്കും അല്ലെങ്കിൽ കയ്യിലാണ് നൽകിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എവിടെ വെച്ച് ഈ തുക കൈമാറി, എങ്ങനെ ചെലവഴിച്ചു തുടങ്ങി, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടോ, ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ശ്രീതുവിൻ്റെ മൊഴികളെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ കുഞ്ഞിൻ്റെ കൊലപാതകം നടന്നത് മുതൽ മൊഴി മാറ്റി മാറ്റി പറയുകയാണ്. ഭർത്താവിനെതിരെ ആദ്യം പറയുന്നു, ഭർത്താവിൻ്റെ പങ്കിനെ സംശയിക്കുന്നു, ഭർത്താവാണ് ഈ കൊല നടത്തിയതെന്ന് പറയുന്നു. അതിനർത്ഥം നേരത്തെ അകന്നു കഴിഞ്ഞിരുന്ന ഭർത്താവിനെ ശ്രീതുവിൻ്റെ അച്ഛൻ്റെ മരണശേഷം ഈ 16 അടിയന്തരമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ചടങ്ങിന് തലേ ദിവസം ആ വീട്ടിലേക്ക് എത്താൻ പറയുകയാണ്. പക്ഷേ അതിന് മുൻപ് നടന്ന ഈ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന ചടങ്ങുകളിലേക്കൊന്നും തന്നെ ഭർത്താവിനെ വിളിച്ചിരുന്നില്ല. ഈ കൊലപാതകം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആകണം ഇങ്ങനെ വിളിച്ചു വരുത്തിയതെന്നൊരു സംശയം ആദ്യം മുതൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഭർത്താവിനെ കുടുക്കി ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിൻ്റെ തലയിൽ വെക്കുക എന്നൊരു ചിന്താഗതി. മാത്രമല്ല ഭർത്താവിനെ രക്ഷിച്ചത് ഒരുപക്ഷെ ഈ ഭർത്താവിൻ്റെ ബന്ധുവായ ഇളയമ്മയുടെ മകനായ പോലീസുകാരനാകാം. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരത്തിലൊരു മൊഴി നൽകുന്നതാണോ എന്ന സംശയമുണ്ട്. മാത്രമല്ല ശംഖുമുഖം ദേവിദാസൻ എന്ന ജ്യോത്സ്യന് ആദ്യം ഈ പണം കൊടുത്തുവെന്നാണ് ശ്രീതു പറഞ്ഞത്. അത് ശരിയല്ലെന്ന് വരും. കാരണം ഈ തുക മറ്റൊരാൾക്കാണ് കൊടുത്തതെങ്കിൽ എങ്ങനെയാണ് ആദ്യം ശ്രീതു ശംഖുമുഖം ദേവിദാസിനെതിരെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്? അങ്ങനെയെങ്കിൽ ശംഖുമുഖം ദേവിദാസിനെ കൊടുക്കുന്നതിന് വേണ്ടി, അങ്ങനെ ആ ജ്യോത്സ്യനെ വെട്ടിലാക്കുന്നതിന് വേണ്ടി രേഖാമൂലമല്ലാതെ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞതാണ് എന്ന് കരുതേണ്ടി വരും. ഏതായിരുന്നാലും ഇതിൽ വിശദമായ അന്വേഷണം നടക്കണം. പോലീസ് കൊലപാതകത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഹരികുമാറിനെ മാത്രം പ്രതി ചേർത്തുകൊണ്ടായിരിക്കും. ഹരികുമാറിൻ്റെ മൊഴി, അത് കുറ്റസമ്മത മൊഴി ആദ്യം തന്നെ വന്നതാണ്. താനും സഹോദരിയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു, ഈ കുഞ്ഞ് അതിനൊരു തടസ്സമായി വന്നു, അതുകൊണ്ട് ഈ കൊലപാതകം നടത്തിയെന്ന മൊഴി തന്നെയാണ് ആദ്യം മുതൽ നൽകുന്നത്. ഇതേ കാര്യം ചൂണ്ടിക്കാട്ടിയായിരിക്കും കുറ്റപത്രം നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിക്കുക. കേട്ടോ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.
വയനാട് മലയോര മേഖലകളും വന്യജീവി ആക്രമണത്തിന്റെ ഭീതിയിലാണ്. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായതോടെ പതിവായതോടെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാരോപിച്ച് വയനാട്ടിൽ UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തതോടെ ജനജീവിതം സ്തംഭിച്ചു. മുഖ്യമന്ത്രിക്കും വനവകുപ്പ് മന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. ഇങ്ങനെയല്ലേ ഒക്കെ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് പോലീസിനെ വെച്ച് ഞങ്ങളെ സമരം പൊളിച്ചുകൊണ്ടിരിക്കുക. ആരോടാ ഞങ്ങൾ പറയാ? ജീവൻ സ്വത്തിന് സംരക്ഷണം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് നിലപാടിനെതിരെയുള്ള ഈ സമരമാണ്. വനംവകുപ്പ് മന്ത്രി രാജിവെക്കണം. അയാളെ ഒരു സ്ത്രീയെ കടുവ കൊന്ന സമയത്ത് മദ്യവെച്ചിട്ട് സ്റ്റേജിൽ കയറി പാട്ടുപാടി നടക്കേന്. ഇങ്ങനത്തെ മന്ത്രിയാണ് നമുക്കുള്ളത്. ഇത് ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കണ്ടേ? ഈ ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരള സർക്കാർ നിലപാടെടുക്കേണ്ട സംഭവമുണ്ട്, അത് ചെയ്യണം. അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത്. കാട്ടാന ആക്രമണങ്ങളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ 2 ആദിവാസികളാണ് വയനാട്ടിൽ കൊല്ലപ്പെട്ടത്. നൂൽപ്പുഴ സ്വദേശി മാനുവും അട്ടമല സ്വദേശി ബാലകൃഷ്ണനുമാണ് മരിച്ചത്. അതിനിടെ വയനാട് പനമരത്ത് കാട്ടാനകൾ വാഴകൃഷി നശിപ്പിച്ചതിനെ തുടർന്ന് ആദിവാസി കർഷകൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് മുകളിൽ കയറി കയ്യിൽ വിഷക്കുപ്പിയുമായി ആയിരുന്നു കണ്ണൻ എന്ന കർഷകന്റെ ആത്മഹത്യാ ഭീഷണി. മണൽ വയലിൽ ഇദ്ദേഹം കൃഷി ചെയ്ത 1000-ഓളം വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീഷ്, കർഷകരുടെ ജീവന് മാത്രമല്ല കാർഷിക വിളകൾക്ക് ഒക്കെ നാശം വരുത്തുന്ന രീതിയിലേക്ക് വന്യമൃഗങ്ങൾ വലിയ രീതിയിൽ ഒരു ഭീതി വിതയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 ദിവസത്തിനിടെ 2 മരണങ്ങൾ. സർക്കാരിനെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നു. വനം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിഷേധക്കാർ ഉയർത്തുന്നു. ഇന്ന് പ്രത്യേകിച്ചും ഹർത്താലോടെ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങൾ ഈ സർക്കാരിൻ്റെ നടപടിയോട് അതോടൊപ്പം ഈ പ്രതിഷേധക്കാരുടെ ഈ സമരത്തോടൊക്കെ പ്രതികരിക്കുന്നത്? ടോം, മറ്റൊരു കാലത്തുമില്ലാത്ത വിധം വന്യമൃഗങ്ങളുടെ ശല്യം മൂലം ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം ദുസ്സഹമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ച. കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 2 പേർക്ക്, അതും ആദിവാസി കർഷകരായ 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ. ഒപ്പം ആയിരക്കണക്കിന് വാഴകൾ തകർത്ത് മുന്നേറുന്നു. ഒപ്പം മറ്റ് കൃഷിയിടങ്ങളിലേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ നീങ്ങുന്നു. അവരുടെ സ്വത്തിനും ജീവനും യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും ഈ കാട്ടാന ആക്രമണം അടക്കമുള്ള വന്യജീവി ശല്യം തടയുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാരോപിച്ചാണ് UDF ഇന്ന് വയനാട് ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഹർത്താൽ പൂർണ്ണമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം രാവിലെ 6 മണിക്ക് തന്നെ ഈ ജില്ലയുടെ പ്രവേശന കവാടമായ ലക്കിടിയിൽ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഹർത്താൽ ആരംഭിച്ചത്. പോലീസും പ്രവർത്തകരുമായി പിന്നീട് വാക്കേറ്റം ഉണ്ടാവുകയും പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം കൽപ്പറ്റയിലും മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും ഒക്കെ സമാനമായ രീതിയിൽ തന്നെ രാവിലെ തന്നെ UDF പ്രവർത്തകർ തെരുവിലിറങ്ങുകയും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. KSRTC ദീർഘദൂര സർവീസുകൾ രാവിലെ സർവീസ് ആരംഭിച്ചെങ്കിലും അതും ഈ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. സ്വകാര്യ ബസ്സുകൾ നേരത്തെ തന്നെ സർവീസ് നടത്തുന്നില്ല എന്ന് അറിയിച്ചിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കം കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് നേരത്തെ അറിയിച്ചെങ്കിലും ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ പ്രധാന പട്ടണങ്ങളിലെയും കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുറന്നു കിടന്ന കടകൾ പ്രവർത്തകർ ബലപ്രയോഗിച്ച് അടപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഹർത്താൽ അതിൻ്റെ ഏതാണ്ട് പാതി ഘട്ടം പിന്നിടുമ്പോൾ പൂർണ്ണ രീതിയിൽ തന്നെ ജനജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ ആഹ്വാനത്തിലപ്പുറം ജനങ്ങളുടെ ജീവിതം അങ്ങേയറ്റം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ പഞ്ചാരക്കുള്ളിയിലെയും പുൽപ്പള്ളിയിലെയും ഒക്കെ കടുവ ശല്യമാണ് ചർച്ച ചെയ്തെങ്കിൽ പിന്നീട് പുലിയുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് റിപ്പോർട്ട് ചെയ്തെങ്കിൽ അത് പിന്നീട് കാട്ടാനയുടെ ശല്യത്തിലേക്ക് മാറിയിരിക്കുന്നു. 2 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി വേനൽ കടുക്കുമ്പോൾ കൂടുതൽ വന്യജീവികൾ ഓരോന്നായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി അവരുടെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണിയായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, കാട്ടിൽ ചൂട് കൂടുന്നു,
അവർക്ക് കാട്ടിൽ മതിയായ ഭക്ഷണം, കായ് ഫലങ്ങളൊന്നും ലഭിക്കാതെ വരുന്നു, വെള്ളം ലഭ്യമാവാതെ വരുന്നു. അതുകൊണ്ട് ജനവാസ മേഖലകളിലെത്തിയാൽ ഇതൊക്കെ ലഭ്യമാകും എന്നൊരു കണക്കുകൂട്ടൽ പതിവായി ഇത്തരം മേഖലകളിൽ ഇറങ്ങുന്ന വന്യജീവികൾക്ക് ഉണ്ട്. അതുകൊണ്ട് അവ കൂട്ടത്തോടെ കാടിറങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ വർഷവും സമാനമായ കാഴ്ചകൾ തന്നെയാണ് വയനാട്ടിൽ കണ്ടത്. എന്നാൽ ഇക്കൊല്ലം അതിനേക്കാൾ രൂക്ഷമായ അവസ്ഥയിലേക്ക് വയനാട് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ തന്നെ പനമരത്ത് കണ്ട കർഷകന്റെ ഒരു അവസ്ഥ, അദ്ദേഹം 1000-ലധികം വാഴകളാണ് ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നത്. പക്ഷേ ആ വാഴകൾ ഏതാണ്ട് 3/4 പങ്കും കാട്ടാന നശിപ്പിച്ചിരിക്കുന്നു. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബ്ലേഡ് ആളുകളിൽ നിന്നുമൊക്കെ പണം പലിശക്കെടുത്തുമൊക്കെയാണ് അദ്ദേഹം കൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിൻ്റെ കൃഷി നഷ്ടത്തിലായിരുന്നു. ഇത്തവണയും കൃഷി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഗതികെട്ട് ഈ റൗണ്ടപ്പ് വിളനാശിനിയുമായി അദ്ദേഹം ഈ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിൻ്റെ മുകളിലേക്ക് കയറുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്ത് പിന്നീട് ഒരുപാട് നേരം ഈ കർഷകരും ഉദ്യോഗസ്ഥരുമൊക്കെ അദ്ദേഹത്തെ സ്വാന്തനിപ്പിച്ചാണ് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും. അദ്ദേഹത്തിൻ്റെ വിളനാശത്തെക്കുറിച്ചുള്ള കൃത്യമായി കണക്കെടുക്കാമെന്നും സർക്കാർ തലത്തിൽ നഷ്ടപരിഹാരത്തിനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാമെന്നും ഒക്കെ പ്രാദേശിക ജനപ്രതിനിധികൾ അദ്ദേഹത്തോട് ഉറപ്പ് നൽകിയാണ് അദ്ദേഹം. തീർച്ചയായും അനീഷ്, കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് 700ഓളം മനുഷ്യരുടെ ജീവനാണ് ഈ വന്യജീവി ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. അത്രയധികം അതായത് സമാനതകളില്ലാത്തൊരു ഭീകരമായൊരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ, കാരണം നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും വന്യജീവികൾ വെള്ളവും ഭക്ഷണവും തേടി, ഇരകൾ തേടി നാട്ടിലേക്ക് ഇറങ്ങുന്ന, ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുപോലുള്ള ആവശ്യങ്ങൾ പലപ്പോഴും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വേണമെന്ന ആവശ്യം അവിടുത്തെ നാട്ടുകാർ ഉയർത്തിയിട്ടും എന്ത് നടപടിയാണ് ഇതുവരെയും സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് അനീഷ്? ടോം, 2-3 നടപടിക്രമങ്ങളാണ് ഇക്കാര്യം നേരിടാൻ അടിയന്തരമായി വേണ്ടത്. ഒന്ന്, ഈ വേനൽ കടുക്കുമ്പോൾ അടിക്കാടുകൾ തെളിയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. അത് ഈ കാട്ടുതീ തടയുന്നതിന് മാത്രമല്ല, ഈ ജനവാസ മേഖലകളിലേക്ക് വന്യമൃഗങ്ങളുടെ ഒരു വരവ് തടസ്സപ്പെടുത്താനും ഗുണകരമായ ഒരു കാര്യമാണ്. ഒപ്പം ഈ കാടും നാടും അതിരിടുന്ന സ്ഥലങ്ങളിൽ ഇത്തരം തുറന്ന ഇടങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കർഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നാടാണോ കാടാണോ എന്ന്. ഈ രാധ, ഈ പഞ്ചാരക്കൊല്ലിയിലെ രാധയൊക്കെ മരിച്ചപ്പോൾ കാടാണോ നാടാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം നിബിഡമായ ഒരു മേഖലയായി അത് മാറിയിരുന്നു. അതുകൊണ്ട് അടിക്കാട് തെളിയിക്കുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്ന കാര്യം. രാധയുടെ മരണമുണ്ടായ സമയത്ത് ഇക്കാര്യത്തിൽ ഒരു പ്രത്യേക ഊന്നൽ കൊടുക്കുമെന്ന് അറിയിച്ചു. ചില മേഖലകളിലൊക്കെ അത്തരം തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സംസ്ഥാന സർക്കാർ ഇന്നലെ ഒരു അടിയന്തര യോഗം ചേർന്നിട്ട് 50 ലക്ഷം രൂപ വയനാടിനായി അടിയന്തരമായി അനുവദിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു. കളക്ടർക്ക് ആ തുക മാറിയെടുക്കാനുള്ള അനുമതിയൊക്കെ നൽകുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഈ പല ജനവാസ മേഖലകളോട് ചേർന്നും ഈ വേലികൾ, സൗരോർജ്ജ വേലികളും മറ്റ് ഈ വൈദ്യുതി വേലികളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ആ വേലികളൊന്നും ഈ കാര്യക്ഷമമായ രീതിയിൽ അറ്റകുറ്റപ്പണി നടത്താത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായും തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ആനയൊന്നും പൂർണ്ണമായി നേരിടാൻ ഇത്തരം വേലികൾക്ക് കഴിയാത്ത സാഹചര്യം. ഈ വേലികൾ സ്ഥാപിച്ചാൽ പോലും വലിയ മരക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് ആന വേലി തകർത്ത് അകത്തേക്ക് നീങ്ങുന്ന ഒരു സാധനം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വലിയ കിടങ്ങുകൾ കുഴിച്ചാൽ ഈ ജനമേഖല അല്ലെങ്കിൽ ജനവാസ മേഖലകളോട് ചേർന്നുള്ള ആദിവാസി ഊരുകളോട് ചേർന്നുള്ള ഇടങ്ങളിലൊക്കെ വലിയ കിടങ്ങുകൾ കുഴിച്ചാൽ ആ വന്യമൃഗങ്ങളുടെ ശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിയുന്നതിന്. പക്ഷേ അപ്പോഴും ഈ കിടങ്ങ് കുഴിച്ചാൽ അത് ആനയ്ക്ക് മാത്രമേ ഫലപ്രദമാവുള്ളൂ. പുലി അല്ലെങ്കിൽ കടുവ പോലുള്ള മൃഗങ്ങൾ നാട്ടിലേക്ക് വരുന്നതിനാൽ തടയാൻ പറ്റില്ല. അതിന് വലിയ വേലികൾ തന്നെ പര്യാപ്തമെന്ന് പറയുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം കാട് വിട്ട് എങ്ങനെ ഈ മൃഗങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാൻ ഉള്ള മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം കാട്ടിൽ ഈ വെള്ളവും ആഹാരവും ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് അവ കേരളത്തിലെ കാടുകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഈ കർണാടകത്തിൻ്റെ ബന്ദിപ്പൂർ പോലെയുള്ള ഇടങ്ങളിൽ ഈ ജലലഭ്യതയും ഈ ആഹാര ലഭ്യതയും ഒക്കെ വല്ലാതെ കുറയുന്നത് കാരണം കടുവ പോലുള്ള മൃഗങ്ങൾ പൂർണ്ണമായും കേരളത്തിൻ്റെ വനമേഖലകളിലേക്ക് നീങ്ങുന്നു. നമുക്കറിയാം വേലൂർ മഖ്നയെ പോലുള്ള അപകടകാരികളായ ആനകൾ കേരളം മേഖലയിലേക്ക് നീങ്ങുന്നതൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് എങ്ങനെ കാട്ടിനുള്ളിൽ തന്നെ ഈ ഒരു ചൂട് കാലത്ത് ഇവയെ കാത്തു സൂക്ഷിക്കാൻ കഴിയുമെന്നതാണ്. കാട്ടിനുള്ളിൽ കുളങ്ങളോ അല്ലെങ്കിൽ വെള്ളത്തിനുള്ള സജ്ജീകരണങ്ങളോ ഒരുക്കിയോ അങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങളിലേക്ക് നീങ്ങണം എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും 3 കാര്യങ്ങൾ: ഈ ട്രെഞ്ച് സ്ഥാപിക്കുക, വേലികൾ തകർന്ന ഇടങ്ങളിൽ അത് സ്ഥാപിക്കുക, അടിക്കാട് തെളിക്കാനുള്ള ഇടങ്ങളിൽ അവ തെളിയിക്കുക. ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യണം. കാട്ടിനുള്ളിൽ ജലലഭ്യത ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങളും ചെയ്യണം. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു 50% പോലും വിജയകരമായി നടപ്പിലാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. നേരത്തെ
രാധയുടെ മരണം കഴിഞ്ഞപ്പോൾ അടിയന്തരമായി ചില നടപടികൾ കൈക്കൊള്ളുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഈ 2 ആദിവാസി കർഷകരുടെ മരണത്തിന് ശേഷവും ഇക്കാര്യങ്ങളിൽ സമഗ്രമായ സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് നടക്കുമോ എന്നതാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്. ടോം. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് വയനാട്ടിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഹർത്താൽ പുരോഗമിക്കുകയാണ് വലിയ രീതിയിൽ. കാരണം കോൺഗ്രസ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കുകയും ചെയ്തതോടെ ജനജീവിതം സ്തംഭിച്ചൊരവസ്ഥയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.